സാർ നമസ്കാരം. നമസ്കാരം. അതിർത്തിയിലൊക്കെ ഒരു യുദ്ധസമാനമായ സാഹചര്യം നടക്കുമ്പോൾ നമ്മുടെ മൂന്ന് സേനകളിലും തിരക്കിട്ട മാരത്തൺ ചർച്ചകൾ നടക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതാണ്ട് അതിനോട് സമാനമായ രീതിയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ളിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഇതെല്ലാം മാധ്യമ സൃഷ്ടി തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രി വിവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 9 ദിവസം കഴിയുമ്പോഴും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റാതെ ഹൈക്കമാൻഡ് ഇരുളിൽ തപ്പുകയാണ്. ഇപ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രചരണ വേലയ്ക്ക് വേണ്ടി ബാനറുകളും പോസ്റ്ററുകളും എല്ലാം ഒട്ടിച്ച ആളുകളെ പോലും വിളിച്ച് അഭിപ്രായം ചോദിക്കുന്ന തരത്തിലേക്ക് ഹൈക്കമാൻഡ് മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ അത്രത്തോളം സന്നിഗ്ധമായൊരു ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ അതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് വഴക്കുകളുണ്ടായിരുന്നു, കുതികാൽ വെട്ടലുണ്ടായിരുന്നു. ഗ്രൂപ്പ് അടുത്ത കാലം വരെ വളരെ സജീവമായിരുന്നു. കെ കരുണാകരൻ, എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി വന്ന് ഇപ്പോഴും ഗ്രൂപ്പിൻ്റെ അലയൊലികളുണ്ട് എന്ന് പറയുന്നു. അടുത്ത കാലത്ത് നമ്മൾ കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിസഭ കണ്ടത് കർണാടകയിലാണ്. ഈ കർണാടകയിലും അധികാരത്തിലേക്ക് കോൺഗ്രസ് വരുമ്പോൾ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തമ്മിലായിരുന്നു. അവിടെയും ഇപ്പോൾ നമ്മുടെ കേരളത്തിനേത് സമാനമായൊരു രീതി തന്നെയായിരുന്നു. ഡി കെ ശിവകുമാർ സോണിയാഗാന്ധിക്ക് കൊടുത്തൊരു വാക്ക് പ്രകാരം കർണാടക ഞാൻ തളികയിൽ വെച്ച് സോണിയാഗാന്ധിക്ക് നൽകും, വിജയം സമ്മാനിക്കും എന്ന് പറഞ്ഞ് ഡി കെ ഇറങ്ങി പ്രവർത്തിച്ച് കർണാടക കിട്ടി. എന്നാൽ മുഖ്യമന്ത്രി പദം സിദ്ധരാമയ്യയ്ക്ക് പോയി. അതിന് ഏതാണ്ട് സമാനമായ രീതിയിലാണ് കേരളത്തിലും സംഭവിച്ചിരിക്കുന്നത്. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കെട്ടുറപ്പോടുകൂടി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF ഒന്നായി മത്സരിക്കുന്നു, 102 സീറ്റ് നേടുന്നു. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം കോൺഗ്രസിന് 63 സീറ്റുകൾ ലഭിക്കുന്നു. എന്നാൽ കർണാടകത്തിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള തർക്കം പറഞ്ഞു തീർത്ത് സിദ്ധരാമയ്യയിലേക്ക് മുഖ്യമന്ത്രി പദം എത്തിച്ച KC വേണുഗോപാൽ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിനായി വില്ലൻ വേഷത്തിൽ എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം ഗ്രൂപ്പ് കളികളൊക്കെ നടക്കുന്നത് പരിണിതപ്രജ്ഞനായ വി ഡി സതീശൻ എന്തുകൊണ്ട് അറിയാതെ പോയി? തനിക്കെതിരെ ഇങ്ങനെ ഒരു അച്ചുതൊണ്ട് രൂപം കൊള്ളുന്നുണ്ട് എന്നുള്ളത് UDF അധികാരത്തിലേറ്റുവാൻ വേണ്ടി രാപ്പകൽ ഓടി നടന്നപ്പോൾ അത് അദ്ദേഹം മനഃപൂർവ്വം വിസ്മരിച്ചതാണോ, കാണാതെ പോയതാണോ? ഇന്നലെ ദേശീയ മാധ്യമങ്ങളിൽ പോലും ഇത്തരം ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. വേണുഗോപാലിനെ നൂലിൽ കെട്ടിയിറക്കുന്ന, ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങളാണ് ആ ലേഖനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. സാമാന്യേന എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. വി ഡി സതീശൻ ഇത്രത്തോളം പരിണിതപ്രജ്ഞനായൊരു നേതാവാണ്. അദ്ദേഹം നേരിട്ട എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഒന്നിലൊഴികെ ബാക്കി എല്ലാത്തിലും വിജയിച്ചു, വൻ ഭൂരിപക്ഷത്തോടു കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇന്നിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കെല്ലാം വൻ വിജയം കരസ്ഥമാക്കിയ വി ഡി സതീശന് പൊളിറ്റിക്സ് കാണാൻ കഴിഞ്ഞില്ലേ? അതാണോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സങ്കീർണമായ അവസ്ഥയ്ക്ക് കാരണം? എന്താണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ സാറിൻ്റെ അഭിപ്രായം? അതായത് രാഷ്ട്രീയത്തിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏത് സമയത്തും കൊടും ചതി ഏത് ഭാഗത്തു നിന്നും വരാം. ഇന്നലെ പുഞ്ചിരിച്ചു കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് അവരുടെ സ്വഭാവം മാറും. അധികാരം കിട്ടുന്നതിന് വേണ്ടി ഏത് വേഷവും കിട്ടും. അതിൻ്റെ രൂപങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിയുന്നത് വരെ എനിക്ക് കേരളത്തിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന് ദൃശ്യ മാധ്യമങ്ങളിൽ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന KC വേണുഗോപാലിൻ്റെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള മുഖം കണ്ടിട്ട് തെറ്റിദ്ധരിച്ച വി ഡി സതീശൻ കഴിഞ്ഞ 5 വർഷമായി ചെയ്തത് ഒരു കോൺഗ്രസ് പാർട്ടിയെ യാതൊരു ഗ്രൂപ്പും ഇല്ലാതെ കൃത്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പ്രവർത്തിക്കാൻ സൗകര്യമൊരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ട നേതൃത്വം കൊടുക്കുക എന്നുള്ള കാര്യമാണ്. അങ്ങനെ അദ്ദേഹം ആ കാര്യം ചെയ്തത് മുമ്പ് താൻ ചെയ്തിരുന്ന ഗ്രൂപ്പ് അടക്കം ഒഴിവാക്കി എല്ലാ ഗ്രൂപ്പിലും മുമ്പ് പല ഗ്രൂപ്പിലും ഉണ്ടായിരുന്ന ആളുകളെ എല്ലാം ചേർത്ത് പിടിച്ച് ഒരേപോലെ ചിന്താഗതിയോടുകൂടി അവരെ വർക്ക് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ യാതൊരു ഗ്രൂപ്പും ഇല്ലാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി. കോൺഗ്രസിൽ പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പാഠം അധികാരം കിട്ടാണ്. കോൺഗ്രസ് അല്ല ഏത് പാർട്ടിയാണെങ്കിലും പഠിക്കേണ്ട പാഠം എന്നുള്ളതായി കരുതാം. ഒരു ഗ്രൂപ്പ് കൃത്യമായി ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൽ കൃത്യമായി ആളുകളെ കൂട്ടിച്ചേർത്ത് തൻ്റെ പക്ഷത്ത് ചേർത്ത് വെക്കണം.
ഇവിടെ വി ഡി സതീഷിന് പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയില്ല, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. അവസാനം എന്തായി? വി ഡി സതീശൻ നേരത്തെ പ്ലാൻ ചെയ്ത് ഇലക്ഷനിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇലക്ഷൻ സമയത്ത് കൊടുത്ത ഫണ്ട് താൻ കൊടുക്കുന്നതാണെന്ന് കൃത്യമായി ധാരണ ഉണ്ടാക്കി പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി എല്ലാ MLA-മാരെയും. ഈ വി ഡി സതീശൻ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കേരളത്തിലെ പ്രവർത്തന സജ്ജമാക്കി അതിന് നേതൃത്വം കൊടുത്തപ്പോൾ KC വേണുഗോപാൽ എന്ത് ചെയ്തു? അതിൽ കൊയ്തെടുത്തു, അതിനകത്ത് വിതച്ച് കൊയ്തെടുത്തു. അതായത് പണം കൊടുത്ത് ആളുകളെ വിലയ്ക്ക് വാങ്ങി കൃത്യമായിട്ട്. അതോടുകൂടിയിട്ട് ഇതിലുള്ള MLA-മാർ ആരുടെ പക്ഷത്തായി? കമ്മിറ്റ്മെന്റ് വന്നു. ആരോട്? KC വേണുഗോപാലിനോട്. അപ്പം ഇത് നേരത്തെ മനസ്സിലാക്കി വി ഡി സതീശൻ ഇതേപോലെ പ്രവർത്തിക്കാൻ വെച്ചിരുന്നെങ്കിൽ ഇന്ന് വി ഡി സതീശന് ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല, ഡൽഹിയിൽ പോയി കുത്തിയിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾക്ക് കർണാടകയിലുള്ള വ്യത്യാസം, ഇവിടുത്തെ നമ്മൾ വ്യത്യാസം എന്ന് പറയുന്നത് കർണാടകയിൽ തെരഞ്ഞെടുപ്പിൽ MLA-മാർ തന്നെയായിരുന്നു സിദ്ധരാമയ്യ. പുറമേ നിന്ന് കെട്ടിവലിച്ചു കൊണ്ടുവന്നതല്ല, അദ്ദേഹം പരിണതപ്രജ്ഞനായ നേതാവാണ്, ജനങ്ങളുടെ ഇടയിൽ സപ്പോർട്ടുള്ള നേതാവാണ്, അവിടെ ഏറ്റവും അധികം കൃത്യമായിട്ട് കോൺഗ്രസിന്റെ ഏറ്റവും അനിഷേധനായ നേതാവാണ്. സാമുദായിക സമവാക്യങ്ങളൊക്കെ അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് അതിനെ വെട്ടിമാറ്റാൻ പറ്റില്ല. വെട്ടിമാറ്റിയാൽ അവിടെ ഭിന്നിപ്പ് വരും. അത് DK ശിവകുമാറിനെ മനസ്സിലാക്കി കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം തയ്യാറായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കേരളത്തിൽ സീറോയിൽ നിന്ന് തുടങ്ങി കെട്ടിപ്പൊക്കി ഘട്ടം ഘട്ടമായി പൊക്കി കൊണ്ടുവന്ന് ഭരണം കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ശേഷം തിരിച്ച് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഹൈക്കമാൻഡിനായിരുന്നു. പക്ഷെ അവിടേക്ക് ഒരു ബന്ധവുമില്ലാത്ത, ഈ കേരളവുമായിട്ട് ഈ ഇലക്ഷന്റെ അടിത്തട്ടുള്ള പ്രവർത്തനവുമായി ബന്ധമില്ലാത്ത KC വേണുഗോപാലിനെ കെട്ടിയിറക്കി സംഭവം മാറ്റി എന്നുള്ളതാണ് സത്യം. ഈ പ്രവർത്തക സമിതി അംഗം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറി എന്ന രീതിയിൽ KC വേണുഗോപാലിന് ഈ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പ്രവർത്തക സമിതിക്ക് ഫണ്ട് എത്തിച്ചുകൊണ്ട് കൊടുക്കുക, അതിൻ്റെ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, പ്രവർത്തിക്കാനുള്ള മെറ്റീരിയൽസ് എത്തിക്കുക, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ചുമതലയാണ്. അതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതാണ്. മറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ UDF-ന് ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ട് 140 മണ്ഡലത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയാണ് വിജയസാധ്യത എന്ന് കണ്ടറിഞ്ഞ് ഇന്ന സ്ഥാനാർത്ഥിയെ ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ നമുക്ക് വിജയം ഉണ്ടാവും എന്നൊക്കെ കണ്ട് അത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായി തന്നെ അത് നടപ്പാക്കുകയാണ് വി ഡി സതീശൻ ചെയ്തത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇവിടെ ഈ പുത്തൻകൂറ്റ് MLA-മാർക്ക് വരെ സന്ദീപ് വാര്യരും രമേഷ് പിഷാരടി അടക്കമുള്ള ആളുകൾ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പിന്തുണ കൊടുത്ത് കൈപൊക്കി അല്ലെങ്കിൽ ഹൈക്കമാൻഡിന് അങ്ങനെ സമ്മതപത്രം എഴുതി കൊടുത്തു എന്നൊക്കെ പറയണ കേൾക്കുമ്പോൾ ഇത് കാണാതെ പോയത് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ ചാണക്യ തന്ത്രജ്ഞതയ്ക്ക് ഒരു കുറവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് സാറ് പറഞ്ഞതെന്നും എനിക്ക് മനസ്സിലായ കാര്യം, അവിടെ ഒരു കുതിരക്കച്ചവടത്തിന്റെ സാധ്യതയാണോ നടന്നിരിക്കുന്നത്? മറ്റുള്ള പാർട്ടിക്കാർ, എതിർ പാർട്ടിയിലുള്ള MLA-മാരെയാണ് കോടികൾ കൊടുത്ത് കുതിരക്കച്ചവടം ചെയ്ത് ഗോവയിലൊക്കെ സർക്കാർ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണോ ഇപ്പോൾ KC വേണുഗോപാല് ഈ MLA-മാർക്ക് തനിക്ക് അനുകൂലമായി കൈവക്കാൻ വേണ്ടി ഇലക്ഷൻ ഫണ്ട് തൻ്റെ ഫണ്ടാണ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അഖിലേന്ത്യാ AICC സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും കോൺഗ്രസിനോ കോൺഗ്രസിൻ്റെ മുന്നണിക്കോ വേണ്ട എന്തൊക്കെ സഹായങ്ങളാണോ ചെയ്യേണ്ടത്, അടിത്തട്ട് മുതൽ മുകളിൽ വരെ ചെയ്യേണ്ടത്, അത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്. ഈ 5 സ്റ്റേറ്റിലും ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെയുള്ള കോൺഗ്രസിനെ വേണ്ട നടപടി എന്തൊക്കെയാണോ സാമ്പത്തികമായി അല്ലാതെയും എന്തൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണോ ഇലക്ഷൻ ജയിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അത് ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമുള്ള ആള് ഓരോ സ്റ്റേറ്റിലെയും നേതാക്കന്മാരെ കണ്ടുപിടിച്ച് തെരഞ്ഞെടുത്ത് അവർക്ക് മാർഗനിർദ്ദേശം കൊടുത്ത് അവരെ നേതൃത്വത്തിലെത്തിക്കുകയും അധികാരത്തിലെത്തിക്കുകയും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. പകരം അദ്ദേഹം തന്നെ കേരളത്തിന്റെ അധികാരം സ്വയം പിടിച്ചെടുത്തു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം അങ്ങനെ പിടിച്ചെടുക്കാൻ പോകണം. രാഹുൽ ഗാന്ധി പറയണ്ടേ, നമ്മൾ അഖിലേന്ത്യാ സെക്രട്ടറിയും അഖിലേന്ത്യാ നേതാക്കന്മാരുമാണ്, AICCയുടെ വക്താക്കളാണ്. നമ്മൾ കേരളത്തിന്റെ അകത്തേക്കുള്ള രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് ശരിയല്ല. അവിടെ എല്ലാ സ്റ്റേറ്റിലെ മാതിരി കേരളവുമാണ്. അപ്പൊ കേരള ഇന്ത്യയിൽ എവിടെയും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട രാഹുൽ ഗാന്ധി KC വേണുഗോപാൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ അപ്പോൾ തന്നെ ചെവിക്ക് പിടിച്ചു നുള്ളണ്ടേ? അങ്ങനെ പറയാൻ പാടില്ല. അത് നമ്മൾ ഓരോ സ്റ്റേറ്റിനോടും ചെയ്യുന്ന അനീതിയാണ്, അവിടെ പ്രവർത്തിച്ചവരോട് ചെയ്യുന്ന അനീതിയാണ്.
അവിടെ ആരാണോ നേതൃത്വം കൊടുത്തത് അവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ ആ സ്ഥാനം കയറിപ്പിടി അവിടെ അധികാരം കിട്ടുന്നു കാണപ്പോൾ അവിടെ ചാടി വീണ് നമ്മൾ തന്നെ ആ അധികാരം പിടിച്ചു വാങ്ങുക എന്ന് പറയുന്നത് മര്യാദകേടാണ്, മാത്രമല്ല സദാചാര വിരുദ്ധ പ്രവൃത്തിയാണ്. നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ ഭയങ്കര തിരിച്ചടി കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യമല്ല കേരളത്തിലേക്ക് കെട്ടിയിറങ്ങിയിട്ട് ഇവിടുത്തെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹം അങ്ങനെയാണ് അതിനെ കണ്ടത്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു, എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു എനിക്കതൊന്നും ആവശ്യമില്ല എന്നുള്ളത്. വളരെ ആസൂത്രിതമായി കേരളത്തിലെ MLA-മാർ ഇവിടേക്ക് എല്ലായിടത്തും MLA-മാർ ഇവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഓരോരുത്തരെയും അദ്ദേഹം പ്രത്യേകമായി കണ്ട് പണം കൊടുക്കുമ്പോൾ, പ്രവർത്തിക്കാൻ ആവശ്യമായി ഫണ്ട് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് തൻ്റേതാക്കി എന്താക്കി ആ ആൾക്കാർക്ക് തൻ്റെ കരവേലയത്തിലാക്കി. എന്നാൽ ജനങ്ങൾ വിഡ്ഢികളായിരുന്നില്ല. ഓരോ സ്ഥലത്തുമുള്ള ജനങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് കൃത്യമായിട്ട് അറിയാമായിരുന്നു കേരളത്തിൽ ഒരു നേതൃത്വമുണ്ട്, നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് നയിക്കാൻ പറ്റുന്ന നേതാവാണ്, നിലപാടുള്ള നേതാവാണ്. അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാടുകളും പ്രവർത്തന രീതിയും കൊണ്ടാണ് കേരളത്തെ ഇത്രയധികം ജനങ്ങളുടെ പിന്തുണ കിട്ടിയത്. മറുഭാഗത്ത് ഒരു കള്ളനാണുള്ളത്, പെരുങ്കള്ളനാണുള്ളത്, മാഫിയ തലവനുള്ളത്. ആ മാഫിയ തലവൻ അപ്പുറം നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ളത് അതിന് വിരുദ്ധമായി ഇടതുപക്ഷ നിലപാടുള്ള, അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കൃത്യമായി വിഷനുള്ള ഒരാളാണ് നമ്മളെ നയിക്കുന്നത്. അത് കണ്ടിട്ട് വോട്ട് ചെയ്തുള്ള ആളുകളാണ് ഈ കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ആരും പറയാതെ തെരുവിലേക്ക് ഇറങ്ങുകയും അത് അക്രമാസക്തമാവുകയും ചെയ്തത്. അത് VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഡൽഹിയിൽ നിന്ന് കൃത്യമായിട്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവും എന്നാണ് കരുതിയത്. അപ്പൊ ഇത് ദൗർബല്യമായി കണ്ട് ശരിക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ കാണിക്കുന്നത് കോപ്രായങ്ങളൊക്കെ ഒരു പപ്പു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്ന ഒരു പക്വതയില്ലാത്ത BJP-കാർ പറയുന്ന പോലെ പക്വതയില്ലാത്ത ഒരു നേതാവിന്റെ വിഹലതകളാണ് കാണിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം കേരളം കൃത്യമായി ഭരണത്തിലെത്തിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഇപ്പൊ ഇന്നലെ ഞാൻ കണ്ടാണ് റിപ്പബ്ലിക്കൻ TV-യിലെ അർണബ് ഗോസ്വാമി കേരളത്തിലെ വേണുഗോപാലിനെയും രാഹുൽ ഗാന്ധിയെയും വെച്ചലക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആളാണ് വേണുഗോപാൽ നിന്ന് കൃത്യമായി പറയുന്നുണ്ട്. കേരളത്തിലെ പല ആളുകളും ആ ഒപ്പീനിയൻ കൃത്യമായി പറയുന്നുണ്ട്. സാർ ഇതിൽ ഏറ്റവും സാർ പറഞ്ഞൊരു പോയിന്റ് അതിലുണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് പലരെയും അനുകൂലിച്ചുകൊണ്ട് നടക്കുന്ന പ്രകടനങ്ങളും പ്രചരണങ്ങളുമാണ് രാഹുൽ ഗാന്ധി അസംബന്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വലിയ പ്രശ്നമായിട്ട് എടുത്തേക്കുന്ന, അച്ചടക്ക രാഹിത്യമായിട്ട് എടുത്തിരിക്കുന്നത്. പകരം MP-മാർ മത്സരിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്തൊരു MP കേരളത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കാത്ത ഒരാള് പിടിവലി കൂട്ടുന്നു. ഇത് എങ്ങനെയാണ് അതിനെ രാഹുൽ ഗാന്ധി നോക്കിക്കാണുന്നത്? അത് അച്ചടക്ക രാഹിത്യമല്ലേ? ഇപ്പൊ കേരളത്തിലേക്ക് പ്രവർത്തക സമിതി അംഗം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിന്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മത്സരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക, വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതിലുപരി മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മത്സരിക്കാത്ത ആളുകൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരും എന്ന്, അല്ലെങ്കിൽ അധികാരത്തിന്റെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞ പ്രസ്താവന രാഹുൽ ഗാന്ധി കേട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി സാറ് പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് KC വേണുഗോപാലിനെ ചെവിക്ക് പിടിക്കാതിരുന്നത്? അതായത് MP എന്ന നിലയിൽ ആരും തന്നെ മത്സരിക്കരുത്, MP-മാർക്ക് ആരും മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന ഒന്നും. അതിലുപരി ആരാണ് വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. കേരളത്തിലെ അടക്കമുള്ള 5 സ്റ്റേറ്റുകളിലെ ഇലക്ഷൻ നിയന്ത്രിച്ച നേതാവാണ്, സംഘടനാ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെ വേലി തന്നെ വിളവ് തിന്നാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം തന്നെ ഇവിടെ ജയിച്ചു എന്ന് കണ്ടപ്പോൾ അവിടുത്തെ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്ന പരമചറ്റത്തരമാണ് ചെയ്യുന്നത്. ഇതിന്ന് മനസ്സിലാക്കാവുന്ന ഒറ്റ കാര്യമുള്ളൂ. വേണുഗോപാലിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ടോ, മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അറിയോ, സോണിയാഗാന്ധിക്ക് അറിയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ വേണുഗോപാലിന് ഒരു കാര്യം മനസ്സിലായി, ഇനി കേന്ദ്രത്തിൽ ഒരു കാരണവശാലും കോൺഗ്രസ് അടുത്തൊന്നും അധികാരത്തിൽ വരാൻ പോകുന്നില്ല. വേണുഗോപാൽ ഇത്രയും പ്രായമായിട്ടുണ്ട്, എന്നാൽ പിന്നെ കേരളത്തിൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായ ഒരു രാഷ്ട്രീയ റിട്ടയർമെന്റിന് തയ്യാറാവുക, ഇതാണ് വേണുഗോപാൽ ഇതിൽ കണ്ട ഒരു കാര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇത് കണ്ടറിയാൻ VD സതീശൻ എന്ന പരിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിന് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ നിലയിൽ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മൾ ഇലക്ഷൻ ടാക്ടിക് എന്ന നിലയിൽ നമ്മുടെ VD സതീശന് വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്.
ആ ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടതായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പാഠം. അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയ വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല, ആ ഗ്രൂപ്പ് പണിയെടുത്തോളായിരുന്നു. ഇത് എന്ത് ചെയ്തു, ഗ്രൂപ്പ് ഒന്നും വേണ്ടാതെ എല്ലാവർക്കും വേണ്ടി ഒരേപോലെ നീതിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വിജയിക്കാൻ വേണ്ടി വി.ഡി. സതീശൻ പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ തെറ്റ്. അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു, അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രവർത്തിക്കണം. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണ്, അദ്ദേഹം ഗ്രൂപ്പ് ഉണ്ടാക്കിയില്ല എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ ആളുകളെല്ലാവരും വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരൊരു ഗ്യാങ്ങായി വി.ഡി. സതീശൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ. കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ കാലുമാറി അപ്പുറത്ത് പോയിട്ട് വി.ഡി. സതീശനെതിരെ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ചു. നമ്മുടെ എന്നിട്ട് ഇവർ അപ്പുറം പോയി പ്രസംഗിക്കുന്ന എന്താ, കുതികാൽ വെട്ടിനെ കുറിച്ചിട്ടും മറുഭാഗത്ത് നടക്കുന്ന മോശ തട്ടിപ്പുകളെ കുറിച്ചാണ്. ഇവർ തന്നെയല്ലേ ഇങ്ങനെ കാര്യം ചെയ്യുന്ന, പിന്നെ ഭരണത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും? ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുമ്പോൾ അവിടെ ഐക്യം മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇവിടെ ഈ ജനം ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഇനി കെ.സി. വേണുഗോപാലിന് മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് കെട്ടിയിറക്കി കൊണ്ടുവരികയാണെങ്കിൽ 6 മാസം മാത്രം കാലാവധിയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് സ്വാഗതം എന്നാണ് പലപ്പോഴും പല കമന്റ് ബോക്സുകളിലും വരുന്നത്. അങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക്. രമേശ് ചെന്നിത്തലയാണ് നമുക്ക് എത്ര പറയാൻ പറ്റില്ല, അദ്ദേഹം ഓൾറെഡി ഇലക്ടഡ് MLA ആണ്. അതെ അതെ, അതൊരു ചർച്ചയാവാം. സീനിയർ നേതാവ് കൂടിയാണല്ലോ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു അവകാശമുണ്ട്. അദ്ദേഹം 2016 മുതൽ 2021 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തരമന്ത്രി, അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. അദ്ദേഹം ഇലക്ടഡ് ആളാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്ത കേന്ദ്ര സെക്രട്ടറി, കോൺഗ്രസ് സംഘടനാ സെക്രട്ടറി തന്നെ ഒരു അധികാരം പിടിച്ചെടുക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ അതിലപ്പുറം നാണക്കേടുള്ള കാര്യമുണ്ടോ, മര്യാദകേടുള്ള കാര്യമുണ്ടോ? അതേപോലെ ലജ്ജാകരമായ കാര്യമല്ലേ ഇതൊക്കെ? കോൺഗ്രസിനെ പൂർണ്ണമായി നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആളാരെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുകയാണ്. വേണുഗോപാലിന്റെ വലിയ ഫോട്ടോ നമുക്ക് തെളിഞ്ഞു വരികയാണ്. ഈ പ്രസ്ഥാനത്തിനെ ആരെങ്കിലും വിശ്വാസത്തിലെടുക്കുമോ? അതായത് ഒരിക്കലും വിശ്വസിച്ച് ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചെല്ലാം കൃത്യമായി ഈ പ്രസ്ഥാനം കൃത്യമായി മര്യാദ കാണിക്കുന്നുള്ള വിശ്വാസം സാധാരണ പ്രവർത്തകർക്ക് മാത്രമല്ല, മുകളിൽ വരെ പ്രവർത്തിക്കുന്നവർക്കും ഇല്ല. കുതികാല് വെട്ടും തട്ടിപ്പും ഉണ്ടെങ്കിലേ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് ചെയ്യാതിരുന്നത് ആണ് വി.ഡി. സതീശൻ തെറ്റ് എന്ന് ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്നുകൂടി എടുത്ത് പറഞ്ഞോട്ടെ സാറേ, അതായത് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടാകും എന്ന് കണക്കാക്കി തന്നെയാണ് UDF-കാരും UDF-കാരല്ലാത്ത LDF-കാരും ഒക്കെ വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത ആളുകളെ പോലും പരിഹസിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം AICCയുടെ ഭാഗത്തു നിന്ന്, ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയടിച്ച ആൾ ആരെന്ന ചോദ്യത്തിന് സാറ് പറഞ്ഞതുപോലെ കെ.സി. വേണുഗോപാലിന്റെ ചിത്രമായിരിക്കും എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വരിക. അല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തീർന്നു കഴിഞ്ഞോന്നേ. നമ്മളൊക്കെ കോൺഗ്രസ് തീരരുതെന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷെ തീർക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ശകുനികൾ ഉള്ളപ്പോൾ എങ്ങനെ തീരാതിരിക്കും? കേരളത്തിന്റെ അനുഭവം മാത്രം പോരെ. കേരളത്തിൽ ഇങ്ങനെ ഭരണം വരുമ്പോൾ അതിൽ ഭരണത്തിൽ വരാനുള്ള കാര്യങ്ങൾ സഹായിച്ചു തീർക്കേണ്ട ആളാണ് ആര്? കെ.സി. വേണുഗോപാൽ. അന്ന് തന്നെ ഇവിടെ വന്ന് അന്ന് തന്നെ ഈ വി.ഡി. സതീശൻ അവിടെ ഒരു തടസ്സവും ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കലേ. അദ്ദേഹത്തെ പിടിച്ച് കൈയേൽപ്പിച്ച് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉടനെ നടത്തി. ആ നടത്തേണ്ട ആളെന്നെ മുഖ്യമന്ത്രി സ്ഥാന കസേരയ്ക്ക് ചാടി വീണ അഭ്യാസങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് ഈ ലോകം തന്നെ നടുങ്ങിപ്പോയിരിക്കുകയാണ്. കാരണം ഇങ്ങനെയുണ്ട് മനുഷ്യന്മാർ ആർത്തിമൂത്ത് പണ്ടാരങ്ങളായി ഏത് വഴിയിലും വേണ്ടില്ല അധികാരം കിട്ടിയാൽ മതി എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഇതിന് കൃത്യമായ രീതിയിൽ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. അവരിതിന് കൃത്യമായ പ്രതിഫലം കൊടുക്കും എന്ന് വേണം വിശ്വസിക്കാൻ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്.